ഹായ് ഫ്രണ്ട്സ്, ഇത് ക്ലാസ് 3 ആണ്. ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2-ൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിമിനൽ കോഡ്സ് ആൻഡ് ഒഫൻസസ് ആണ് പഠിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ക്രിമിനൽ കോഡ്സ് ആൻഡ് ഒഫൻസ് വൈവ ബോർഡിലൊക്കെ വരുമ്പോൾ ഒന്നും പറയാത്ത കുട്ടികൾക്ക് നമ്മൾ പറയുന്നതാണ് ഒരു ഹൈറാർക്കി ഓഫ് കോഡ്സിനെ കുറിച്ച് നിങ്ങൾ പറയാൻ. അപ്പോൾ അതുപോലും പറയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ കോടതിയിൽ പഠിക്കുന്ന സമയം തന്നെ നമുക്ക് ചുറ്റിനുമുള്ള, നിങ്ങൾ കോർട്ട് വർക്കിന് പോയ കോടതിയിൽ ഏതൊക്കെ കോടതി ഉണ്ട്, അതിൻ്റെ ഹൈറാർക്കി എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൈറാർക്കി ഓഫ് കോഡ്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 6-ൽ ക്ലാസസ് ഓഫ് ക്രിമിനൽ കോഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. കോടതിയിൽ എത്രയൊക്കെ ക്രിമിനൽ കോടതികൾ നിലവിലുണ്ട്. Besides the high courts and courts constituted under any law other than this Sanhita, there shall be in every state, എല്ലാ സ്റ്റേറ്റുകളിലും ദി ഫോളോയിങ് കേസസ് ഓഫ് ക്രിമിനൽ കോഡ്സ്, താഴെ പറയുന്ന ക്രിമിനൽ കോടതികളുണ്ട്. കോർട്ട് ഓഫ് സെഷൻസ് കോടതികൾ, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദി ഫസ്റ്റ് ക്ലാസ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദി സെക്കൻഡ് ക്ലാസ് ആൻഡ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്. ഇപ്പോൾ ഹൈക്കോർട്ടുണ്ട്, കോർട്ട് ഓഫ് സെഷൻസ് ഉണ്ട്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സ് ഉണ്ട്. ഇത്രയും കോടതികളാണ് പുതിയ BNSS പ്രകാരം ഹൈറാർക്കി ഓഫ് കോഡ്സിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ച് പഠിക്കുക. ഹൈക്കോടതിയുണ്ട്, കോർട്ട് ഓഫ് സെഷൻ ഉണ്ട്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്സ്. ഇനി ടെറിട്ടോറിയൽ ഡിവിഷൻസ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ ലോക്കൽ ടെറിട്ടറി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം ടെറിട്ടോറിയൽ ഡിവിഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ടെറിട്ടോറിയൽ ഡിവിഷൻസ് സെക്ഷൻ 7-ലാണ് വരുന്നത്. എന്തിനാണ് ഈ ടെറിട്ടോറിയൽ ഡിവിഷൻസ് കൊടുക്കുന്നത്? നമുക്ക് പോപ്പുലേഷൻ ഒരുപാടാണല്ലേ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ തന്നെ പല ആൾക്കാർ, അതായത് നമ്മൾ താലൂക്ക്, വില്ലേജ്, ഇങ്ങനെ നമ്മൾ ഓരോ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷനുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലോക്കൽ ജൂറിസ്ഡിക്ഷനിലുള്ള ആൾക്കാർക്ക്, അതായത് ഇപ്പം നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു പോലീസ് സ്റ്റേഷനുണ്ട് അല്ലേ. ആ പോലീസ് സ്റ്റേഷനിലാണ് നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ പരിസരത്ത് നടക്കുന്ന പരാതികൾ, നമ്മളുടെ ആക്സിഡൻറ്റുകൾ, നമ്മളുടെ ഫൈനുകൾ, ഇതെല്ലാം നമ്മൾ എവിടെയാണ് പോകുന്നത്? ഈ പറയുന്ന അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നത്. അതുപോലെ അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ 1, 2, 3 പോലീസ് സ്റ്റേഷനുകൾ ചേർന്നിട്ട് എന്ത് കൊടുക്കും? ഒരു മജിസ്ട്രേറ്റിന് ഒരു അധികാരം കൊടുക്കും. അങ്ങനെ പല പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ ഒരു ജില്ലയിൽ ഇപ്പോൾ സബ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് തിരിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ ടെറിട്ടോറിയൽ ഡിവിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സബ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് തിരിക്കുമ്പോൾ ആ സബ് ഡിസ്ട്രിക്റ്റിൽ കുറച്ച് കോടതികൾ കൊടുത്തിട്ടുണ്ട്. ആ കോടതികളിൽ കുറച്ച് പോലീസ് സ്റ്റേഷൻ്റെ അധികാര പരിധികൾ, ഇപ്പം മജിസ്ട്രേറ്റ് കോടതി 1-ന് ഒരു 3-4 പോലീസ് സ്റ്റേഷൻ പരിധികൾ കൊടുക്കും. മജിസ്ട്രേറ്റ് കോടതി 2-ന് ഒരു 2-3 പോലീസ് സ്റ്റേഷൻ പരിധി കൊടുക്കും. ഇങ്ങനെ പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ ടെറിട്ടോറിയൽ ഡിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഹ്യൂജായിട്ട് വരുന്ന കേസുകൾ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ കുറേശ്ശെ കേസുകൾ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ടെറിട്ടോറിയൽ ഡിവിഷനുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. സെക്ഷൻ 7 ക്ലോസ് 1-ൽ എവരി സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലും ഷാൽ ബി എ സെഷൻസ് ഡിവിഷൻ ഓർ ഷാൽ കൺസിസ്റ്റ് ഓഫ് സെഷൻ ഡിവിഷൻസ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളിലും ഒരു സെഷൻ ഡിവിഷനോ അല്ലെങ്കിൽ സെഷൻ ഡിവിഷൻസോ കാണും. ആൻഡ് എവരി സെഷൻസ് ഡിവിഷൻസ് ഷാൽ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് സംഹിത ബി എ ഡിസ്ട്രിക്റ്റ് ഓർ കൺസിസ്റ്റ് ഓഫ് ഡിസ്ട്രിക്റ്റ്. ഓരോ സെഷൻസ് ഡിവിഷനിലും ഡിസ്ട്രിക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റ് ഓഫ് എ ഡിസ്ട്രിക്റ്റുകളായിട്ടോ തരംതിരിക്കാറുണ്ട്. The state government may, after consultation with High Court, alter the limits or number of such divisions and district. കോടതിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഹൈക്കോടതിക്ക് വേണമെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ഈ ലിമിറ്റുകൾ തീരുമാനിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് ക്ലോസ് 2-ൽ പറയുന്നത്. 7 ക്ലോസ് 2. 7 ക്ലോസ് 3-ൽ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ, ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ഹൈക്കോർട്ട്, ഡിവൈഡ് എനി ഡിസ്ട്രിക്റ്റ് ഇൻറ്റു സബ് ഡിവിഷണൽ ഡിസ്ട്രിക്റ്റ് ആൻഡ് മേ ആൾട്ടർ ദ ലിമിറ്റ് ആൻഡ് ദ നമ്പർ ഓഫ് സച്ച് ഡിവിഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഇതിനൊക്കെ ഉള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഹൈക്കോടതിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ട് ഈ സബ് ഡിവിഷനെയും എന്ത് ചെയ്യാം? അതിൻ്റെ ലിമിറ്റ്സ്, ആ അധികാര പരിധികൾ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. The sections, divisions, district and subdivisions existing in a state at the commencement of this Sanhita shall be deemed to have been formed under this section.
അപ്പം ഈ പറയുന്ന സെഷൻസ് ഡിവിഷനുകൾ ഒരു ഡിവിഷൻസോ ഡിസ്ട്രിക്റ്റ് സബ് ഡിവിഷൻസ് ഇതെല്ലാം ഒരു സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ഇൻ എ സ്റ്റേറ്റിനകത്തുള്ള ഓരോ ഡിവിഷനുകൾ സബ് ഡിവിഷനുകൾ ഡിസ്ട്രിക്റ്റുകൾ ഇതെല്ലാം തന്നെയാണ് ഈ സംഹിതയിൽ പറഞ്ഞിരിക്കുന്ന സംഹിത ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഫൗണ്ട് അണ്ടർ ദിസ് സെക്ഷൻ. ഇതിനകത്ത് ഈ സംഹിത വരുന്ന സമയത്ത് നിലവിലുള്ള സ്റ്റേറ്റ് ഇതൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ടെറിട്ടോറിയൽ ഡിവിഷൻ. അപ്പോൾ അതാണ് സെക്ഷൻ 7 പറയുന്നത്. വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി സെക്ഷൻ 8 പറയുന്ന കോർട്ട് ഓഫ് സെഷൻ ആണ്. കോർട്ട് ഓഫ് സെഷൻ. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ എസ്റ്റാബ്ലിഷ് എ കോർട്ട് ഓഫ് സെഷൻസ് ഫോർ എവരി സെഷൻസ് ഡിവിഷൻ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഓരോ ഡിസ്ട്രിക്റ്റിനെയും സെഷൻ ഡിവിഷനായിട്ടോ അല്ലെങ്കിൽ സെഷൻ ഡിവിഷൻസ് ആയിട്ടോ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു കോർട്ടിന് എസ്റ്റാബ്ലിഷ് എ കോർട്ട് ഓഫ് സെഷൻസ് ഫോർ എവരി സെഷൻസ് ഡിവിഷൻ. എല്ലാ സെഷൻ ഡിവിഷനിലും ഒരു സെഷൻസ് കോർട്ട് ഉണ്ടായിരിക്കും. എവരി കോർട്ട് ഓഫ് സെഷൻ ഷാൽ ബി പ്രിസൈഡഡ് ഓവർ ബൈ എ ജഡ്ജ് ടു ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഹൈക്കോർട്ട്. അപ്പോൾ ഈ സെഷൻസ് കോടതി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ജഡ്ജ്, ആ ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഹൈക്കോടതിയാണ് ആ ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഹൈക്കോർട്ട് മേ ഓൾസോ അപ്പോയിൻറ്റ് അഡീഷണൽ സെഷൻസ് ജഡ്ജസ് ടു എക്സസൈസ് ജൂറിസ്ഡിക്ഷൻ ഇൻ എ കോർട്ട് ഓഫ് സെഷൻ. ഈ സെഷൻസ് കോർട്ടിലേക്ക് എന്ത് ചെയ്യാം, ഹൈക്കോടതിക്ക് അഡീഷണൽ സെഷൻസ് ജഡ്ജിനെയും അപ്പോയിൻറ്റ് ചെയ്യാം. ദ സെഷൻസ് ജഡ്ജ് ഓഫ് വൺ സെഷൻ ഡിവിഷൻ മേ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ഹൈക്കോർട്ട് ടു ബി ഓൾസോ ആൻ അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഓഫ് അനദർ ഡിവിഷൻ ആൻഡ് ഇൻ സച്ച് കേസ് ഹി മേ സിറ്റ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് കേസസ് ആസ് at such place or places in other division as the High Court may direct. ഇപ്പോൾ കോടതി പറയുകയാണ്, ഇത് തിരുവനന്തപുരത്തുള്ള സബ് ഡിവിഷനിൽ, അപ്പോൾ ആറ്റിങ്ങിലുള്ള സബ് ഡിവിഷനിലിരിക്കുന്ന ഒരു അഡീഷണൽ സെഷൻസ് ജഡ്ജോ അല്ലെങ്കിൽ ഒരു സെഷൻസ് ജഡ്ജിനോ വേറൊരു അധികാര പരിധിയും കൊടുക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അധികാര പരിധിയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ പ്രദേശത്ത് കേസുകളും കൂടെ മാനേജ് ചെയ്യണം. അതാണ് പറയുന്നത്. അപ്പോൾ അനദർ ഡിവിഷനിലേക്കുള്ള കേസുകൾ മാനേജ് ചെയ്യണം. വേർ ദ ഓഫീസ് ഓഫ് ദി സെഷൻസ് ജഡ്ജ് ഈസ് വേക്കൻറ്റ്, the High Court may make arrangements for the disposal of any urgent application which is or may be made or pending before such court of session by an additional sessions judge, or if there be no additional sessions, be a chief judicial magistrate in the session division, and every such judge or magistrate shall have jurisdiction to deal with any such application. ഇപ്പോൾ കോടതി പറയുകയാണ്, ഒരു സെഷൻസ് ജഡ്ജിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു, ആ സെഷൻസ് ജഡ്ജ് വേക്കൻ്റായി വരുന്നു, ഏതെങ്കിലും സാഹചര്യത്തിൽ റിട്ടയർമെൻറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീവ് ആപ്ലിക്കേഷനിലോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അഡീഷണൽ സെഷൻസ് ജഡ്ജിനേക്ക് ചാർജ് കൊടുക്കാം. എന്തിനാ, അർജൻറ്റ് ആപ്ലിക്കേഷനൊക്കെ ഡിസ്പോസ് ചെയ്യാനും ബെയിൽ ഡിസ്പോസ് ചെയ്യാനൊക്കെ നമുക്ക് കൊടുക്കാം. അവിടെ ആ പരിധിയിൽ, ആ സെഷൻസ് കോർട്ടിൻ്റെ പരിധിയിൽ അത്തരത്തിലുള്ള ഒരു അഡീഷണൽ സെഷൻസ് ജഡ്ജ് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യാം, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്, അത് ഒരു മനസ്സിലാക്കേണ്ട പോയിൻ്റാണ്. അപ്പോൾ ഒരു സബ് ജഡ്ജിന് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിന് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ സെഷൻസ് ജഡ്ജിന് പവർ കൊടുക്കാം. പക്ഷേ അഡീഷണൽ സെഷൻസ് ജഡ്ജും ഇല്ലെങ്കിൽ എവിടെ പോകും, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് പവർ കൊടുക്കാം. അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ആ ആപ്ലിക്കേഷനെല്ലാം ഡീൽ ചെയ്യാനുള്ള അധികാരം കൊടുക്കാം. The Court of Session shall ordinarily hold its sitting at such a place or places as the High Court may by notification specify, but if in any particular case the Court of Session is opinion that it will tend to general convenience of the parties and witnesses to hold in sitting at any other place in Sessions Division, it may with the consent of the prosecution and accused sit at that place for the disposal of the case or examination of any witness there. ഇതെല്ലാം നമ്മൾ എഴുതി വച്ചിരിക്കുന്നത് എന്തിനാണ്, ഈ അപ്പോയിൻമെൻറ്റ് ഓഫ് ജഡ്ജസിൻ്റെ പവർ നമുക്ക് ഒരു ബുക്കിൽ നോക്കി മനസ്സിലാക്കണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് കോർട്ട് ഓഫ് സെഷൻ എന്താണ്, സാധാരണ ഹൈക്കോടതി പറയുന്ന ഒരു അധികാര പരിധിയിലുള്ള ഒരു സെഷൻസ് കോർട്ടിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കോർട്ട് ഓഫ് സെഷൻ എന്ന് പറയുന്ന സിറ്റിംഗ് നടത്തുന്നത് ഹൈക്കോടതി പറയുന്ന ഒരു സെഷൻസ് ഡിവിഷനിലായിരിക്കും. പക്ഷേ അവിടെ ബട്ട് ഇഫ് ഇൻ എനി പർട്ടിക്കുലർ കേസ് the Court of Session is opinion that it will tend to the general convenience of parties and witness to hold its sittings in any other place in the Sessions Division. പക്ഷെ അവിടെ അല്ല, ആ സെഷൻസ് ഡിവിഷന് വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് വേണം എന്നുണ്ടെങ്കിൽ
ഇറ്റ് മേ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദ പ്രോസിക്യൂഷൻ ആൻഡ് ദ അക്യൂസ്ഡ്, പ്രോസിക്യൂഷൻ്റെ അനുവാദത്തോടു കൂടിയും പ്രതിയുടെ അനുവാദത്തോടു കൂടിയും എന്ത് ചെയ്യാം, വേറൊരു പ്ലേസിലേക്ക് സിറ്റിംഗ് നടത്താവുന്നതും ആ കേസ് ഡിസ്പോസ് ചെയ്യുകയും ഉദാഹരണത്തിന് നമ്മൾ മാറാട് കലാപമൊക്കെ വരുന്ന സമയത്ത് കോഴിക്കോട് നമുക്ക് ഇതിനായിട്ടൊരു സെഷൻസ് കോടതി തന്നെ രൂപീകരിച്ച് അവിടേക്ക് ഒരു സിറ്റിംഗ് നടത്തുകയും അങ്ങനെയുള്ള കേസുകൾ വരുന്നില്ലേ. അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു കേസിൽ ഡിസ്പോസൽ വേറൊരു സെഷൻസ് പരിധിയിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ സിറ്റിംഗ് നടത്തുകയും അത് ആരുടെയൊക്കെ അനുവാദത്തോടു കൂടിയാണ്, പ്രോസിക്യൂഷൻ്റെ അനുവാദത്തോടു കൂടിയും പിന്നീട് പ്രതിയുടെ അനുവാദത്തോടു കൂടിയും ഒരു സിറ്റിംഗ് നടത്തുകയും അവിടെ എക്സാമിനേഷൻ നടത്തുകയും ചെയ്യാമെന്നാണ് പറയുന്നത്. ദ സെഷൻസ് ജഡ്ജ് മേ ഫ്രം ടൈം ടു ടൈം മേക്ക് ഓർഡേഴ്സ് ഇൻ കൺസിസ്റ്റൻറ്റ് വിത്ത് ദി സംഹിത ആസ് ടു ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബിസിനസ് എമംഗ് സച്ച് അഡീഷണൽ സെഷൻസ് ജഡ്ജസ്. ഇപ്പം സെഷൻസ് ജഡ്ജിന് വേണമെന്നുണ്ടെങ്കിൽ സമയാസമയങ്ങളിൽ ഓർഡേഴ്സ് പാസ്സാക്കാം കൺസിസ്റ്റൻറ്റ് വിത്ത് ഈ സംഹിതയുടെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് അത് അഡീഷണൽ സെഷൻസ് ജഡ്ജിന് ആ ഓർഡേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ സെഷൻസ് മേക്ക് ഫ്രം ടൈം ടു ടൈം മേക്ക് ഓർഡേഴ്സ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് സംഹിത ആസ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബിസിനസ് എമംഗ് സച്ച് അഡീഷണൽ സബ് ജഡ്ജസ്. ഇനി സെഷൻസ് ജഡ്ജ് മേ ഓൾസോ മേക്ക് പ്രൊവിഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് എനി അർജൻറ്റ് application in the event of his absence or inability to act by an additional sessions judge, and if there be no additional sessions judge by the chief judicial magistrate, and such judge or magistrate shall be deemed to have jurisdiction to deal with any such application. അപ്പം സെഷൻസ് ജഡ്ജിന് വേണമെന്നുണ്ടെങ്കിൽ മേക്ക് പ്രൊവിഷൻസ് ഫോർ ദ ഡിസ്പോസ്, ഏതെങ്കിലും ഒരു അർജൻറ്റ് ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവിഷൻസ് കൊടുക്കാം അല്ലേ. ഇൻ ദ ഇവൻ്റ് ഓഫ് ഹിസ് ആബ്സെൻസ് ഓർ ഇന്നബിലിറ്റി ടു ആക്ട്, എപ്പോഴാണ് അദ്ദേഹത്തിന് ആക്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹൈക്കോടതിയാണ് അത് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ സെഷൻസ് ജഡ്ജിന് തന്നെ അദ്ദേഹത്തിൻ്റെ പവർ അഡീഷണൽ സബ് ജഡ്ജിന് കൊടുക്കാം. ഇഫ് അഡീഷണൽ സബ് ജഡ്ജ് ഇല്ല എന്നുണ്ടെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് കൊടുക്കാം. മനസ്സിലായില്ല. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈക്കോടതിക്കാണ് ഒരാളുടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സെഷൻസ് ജഡ്ജ് വേക്കൻ്റ് ആയിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, അഡീഷണൽ സെഷൻസ് ജഡ്ജിന് കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഇവിടെ സ്വന്തമായിട്ട് എന്തെങ്കിലും അസുഖമായിട്ടോ സിറ്റിംഗ് നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിലോ സെഷൻസ് ജഡ്ജിന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ അധികാരപരിധി അഡീഷണൽ സെഷൻസ് ജഡ്ജിനോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ കൊടുക്കാം. For the purpose of this Samhita, appointment does not include the first appointment, posting or promotion of a person by the government, any service or post in connection. അപ്പോയിൻമെൻ്റ് എല്ലാം ഗവൺമെൻറ് ആണ് നടത്തുന്നതാണ്, അതൊന്നും നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇല്ല. 8 ഇനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പഠിക്കാം. ചെറിയ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുകയാണ്. താങ്ക് യു.